നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ഹലോ ആ ആ ശരി ശരി ഞാൻ ഇപ്പൊ തന്നെ എത്താം. എന്തൊക്കെ മാനേജ്മെന്റ് ആയാലും ഒരാളിന്റെ മേൽനോട്ടം ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തഥൈവ തന്നെ. പിന്നെ ഞാനൊന്ന് ഓഡിറ്റോറിയം വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ ഇക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അതെ, നിങ്ങൾ രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. ചെന്നാട്ടെ. മോനെ, എന്താമ്മേ? മോൻ അമ്മയോട് നീരസമുണ്ടോ? എന്തിന്? ആഗ്രഹിക്കാത്തൊരു ജീവിതത്തിലേക്കല്ലേ മോനെ അമ്മ തള്ളിവിടുന്നത്? അമ്മയ്ക്ക് എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയല്ലോ? ശ്രീരാമചന്ദ്രന്റെ കഥ മോൻ കേട്ടിട്ടില്ലേ? സീത പതിവ്രതയാണെന്ന് അറിഞ്ഞിട്ടും ഭാര്യ ഉപേക്ഷിക്കാൻ ശ്രീരാമൻ തയ്യാറായത് കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടിയാ. ഇവിടെ സീത തന്നെ രാമനെ വേണ്ടെന്ന് വയ്ക്കുകയല്ലേ? മോനെ, ഈ കുടുംബം മോനെ ആശ്രയിച്ചാ നിലനിൽക്കുന്നത്. അച്ഛനും അമ്മയും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷ മരണമായും മറ്റു ദുർവിധികളായും വേട്ടയാടിക്കൊണ്ടിരിക്കുക. അമ്മ ഇനി ഇത് ആവർത്തിക്കണമെന്നില്ല. എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ ഗൗരിയുടെ മകളെ സ്വീകരിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. പാപത്തിന്റെയും വിധിയുടെയും കഥകൾ പറയുന്ന അമ്മയോട് ഒരു തർക്കത്തിന് ഞാനില്ല. പക്ഷേ ഒരു കാര്യം അമ്മയ്ക്കും മുത്തച്ഛനും ചെയ്യാമായിരുന്നു. ധൃതി പിടിച്ചുള്ള ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഒരു 3 മാസത്തെ സാവകാശം വേണമെന്ന് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാതെ വേറെ വഴിയില്ല. നീ ഇപ്പോഴും ശ്രീകുട്ടി സുഖപ്പെടുന്ന വിശ്വസിക്കുകയാണോ? അവരെവിടെയാ ഉള്ളേന്ന് പോലും ആർക്കും ഒരു വിവരവും. അമ്മ സങ്കടപ്പെടുന്നത് പോലെ ശ്രീകുട്ടിക്ക് കാലുകൾ നഷ്ടപ്പെട്ടോന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരിക്കലും കാഞ്ചനയും കുടുംബവും ഈ നാട്ടിലേക്ക് വരാൻ പോകുന്നില്ല. വീണ്ടും അതിന്റെ വേദനയിൽ നീ കഴിച്ചു കൂട്ടുന്നത് അമ്മയ്ക്ക് കാണാനുള്ള കരുത്തുമില്ല. എന്റെ ഏറ്റവും വലിയ ആശ്വാസം സഞ്ജന നിന്നോട് കാണിക്കുന്ന സ്നേഹം. അന്ന് മോതിരം അഗ്നിയെ വീണപ്പോ അവൾ അത് തെളിയിച്ചു കഴിഞ്ഞു. അമ്മ മോനോട് ചെയ്തത് അപരാധമായി പോയെന്ന് മോന് തോന്നരുത്. അമ്മ ചിന്തിച്ചതൊക്കെ ഒരു അമ്മയുടെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെയാ. നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ ഞാൻ വഴങ്ങി തരുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയും. നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. അമ്മ പോയി കിടന്നുള്ളൂ. പടിയിറങ്ങിപ്പോയ അസുഖത്തെ നീ തിരിച്ചു വിളിക്കണ്ട. ചെല്ല. കേട്ടില്ലേ ഞാൻ എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്ന്? വീട്ടുകാരടിച്ചേൽപ്പിക്കുന്ന ദുർവിധിയുടെ ഭാരം വർദ്ധിപ്പിക്കാനാ നീ ശ്രമിക്കുന്ന. അതിന് നീ ഒട്ടും പിന്നിലല്ല സ്വാതി. ഞാൻ അനുഭവിച്ചോളാം. अरे दोस्त, आज मेरा बेटे का हल्दी है।
അവരിതുവരെ എത്തിയില്ലേ മോളെ? അവര് വരും നമ്പീശ. എന്റെ മകളുടെ ഒരു ചടങ്ങിന്ന് അവർക്ക് പിന്മാറി നിൽക്കാൻ കഴിയില്ലെന്ന് നമ്പീശിനെ അറിഞ്ഞൂടെ? ആ അത് ശരി. ദേ, വർമ്മ സാറിന്റെ സന്തോഷം കണ്ടില്ലേ? മുംബൈയിലെ മുഴുവൻ സുഹൃത്തുക്കളെയും വിളിച്ച് അറിയിക്ക. ആ ആ ആന്റി, സഞ്ജനയുടെ അവള് ഗ്രീൻ റൂമിലാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാം. ആ, ആ, അങ്ങോട്ട് ചെല്ലേ. ആ അങ്ങോട്ട്. മാഡം, മംഗലശ്ശേരിന്ന് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഹോ, മല്ലിക മോളുടെ അടുത്തേക്ക് ചെല്ലേ. ആവശ്യമുള്ള ഓർണമെന്റ്സ് അവളെ കൊണ്ട് ധരിപ്പിക്കണം. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ആ, ആ, അങ്ങോട്ട്. അവരെ സ്വീകരിക്കണം മോളെ. ആ. മോളെ എന്ന് വർമ്മ സാറിനെ വിളിക്കും. ശരി നമ്പീശ. हाँ शुक्रिया. അതെ, അവരെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ആ എത്തിയോ? ആ നമ്മൾ അതിനല്ലേ വെയിറ്റ് ചെയ്തത്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ആഹാ, മോളെ കഴിയാറായോ? അങ്ങനെ സഞ്ജനയ്ക്ക് മഞ്ഞൾ കല്യാണമായി. സഞ്ജുവിനെ നീ സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. ഒടുവിൽ നിന്റെ പ്രണയം ജയിച്ചു, സ്വാതി തോറ്റു. സഞ്ജുവിനെ ഞാൻ സ്വാതിയിൽ നിന്നും തട്ടിയെടുത്തതാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്വാതി തന്നെയാ സഞ്ജുവിനെ എനിക്ക് വിട്ടു തന്നത്. മിടുക്കി. പാവം സ്വാതി, അവൾക്ക് അതിനല്ലേ കഴിയൂ. വീൽ ചെയറിൽ ഇരുന്നാണെങ്കിലും അവളിവിടെ വരുമോ? അവൾ എങ്ങനെ വരാനാ? അതിന് നിരാശ അവൾക്ക് ഉണ്ടാവും. ഇതൊക്കെ അവളും കൂടെ ആഗ്രഹിച്ചതല്ലേ. ഭാഗ്യം ഉണ്ടായത് സഞ്ജനിക്കും. ആഹാ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അവരൊക്കെ എത്തിക്കഴിഞ്ഞു മോളെ. ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.